രാവിലെ എണീച്ച് ചായ കുടിച്ച് അങ്ങനെ മേശയുടെ അവിടെ ഇരിക്കുമ്പോഴാണ് കലണ്ടറിനെ കണ്ടപ്പോഴാണ് അതിൽ കുറേ മുടക്കുണ്ടല്ലോ. ഒരു 2 മാസം മുന്നേ വരെ പബ്ലിക് ഹോളിഡേ ഒക്കെ നോക്കി വെച്ചായിരുന്നു ഞാൻ. അപ്പോൾ നോക്കിയപ്പോഴാണ് ഇന്നിപ്പോൾ 13-ാം തീയതി ഇൻഡിപെൻഡൻസ് ഡേ ആയി. അത് കഴിഞ്ഞതേ കൊല്ലവർഷം ചിങ്ങമാസം തുടങ്ങിയായി. ഇതൊക്കെ നാട്ടിലാണെന്ന് വെച്ചാൽ എന്തെല്ലാം ആഘോഷങ്ങളുണ്ടായേനെ. ഓണം വരെ ഞാൻ ഇന്നലെയാണ് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചത്, അമ്മേ എന്നാ തിരുവോണം? അമ്മ പറഞ്ഞു 26-ാം തീയതി. അപ്പോൾ ഉത്രാടം 25-ാം തീയതി. അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ മിസ്സാവുകയാണ്. ഇവിടെ ആകുമ്പോൾ ഒന്നും അറിയില്ല. ഓണത്തിൻ്റെ അന്ന് സദ്യ വെച്ചാലായി. അങ്ങനെ അതും പറഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് പോവുകയാണ്. ക്ലാസ്സുള്ള കാരണമുള്ള അവളൊരു 7 മണിയാകുമ്പോൾ എണീച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കും 7 മണി സമയത്ത് എണീക്കേണ്ടി വന്നത്. അച്ഛനും മോളും നല്ല ഉറക്കാം. എനിക്കെന്തായാലും കാലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഉണ്ടാക്കാൻ എന്തായാലും ഇവിടെ നിൽക്കണം. അതുകൊണ്ട് ഇനിയൊരു ഉറക്കം എന്തായാലും പറ്റില്ല. അപ്പോൾ പിന്നെ ഈ അടുത്തത് ഇനി എന്താ വേണ്ടതെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടുത്തെ നല്ല തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. രാവിലത്തെ വൈബാണ്. ഇവിടെ ഒരു 7:45 ഗോതമ്പ് ദോശ ഉണ്ടാക്കാന്നുള്ള പരിപാടിയായിരുന്നു. അതിനുള്ള മാവ് നെയ്യ് ഒഴിച്ച് കലക്കി മാറ്റി വയ്ക്കാം. നാളികേരം കൊണ്ട് നല്ലൊരു ചട്നി ഉണ്ടാക്കാം. ഈ വറ്റൽമുളക് ചുവന്നുള്ളിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ടാക്കണ ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ചുട്ടെടുക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാനത് ചെറുതായി ഓയിലൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. എന്നിട്ട് അതും ഇട്ടിട്ടുള്ള ഒരു ചട്നി. അപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇനി ഉച്ചയ്ക്ക് ഇനി എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് പടവലങ്ങ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പിട്ട് പടവലങ്ങ നാളികേരം അരച്ച് വെക്കാം. അപ്പോൾ ചോറുമായി കഴിഞ്ഞാൽ വൈകുന്നേരം വരെയുള്ള പരിപാടി കഴിഞ്ഞു. 9:30 ആയിട്ടും കുട്ടീന്ന് എണീച്ചിട്ടില്ല കേട്ടോ. പക്ഷെ എണീച്ച് കഴിഞ്ഞാൽ ഉറങ്ങണ വരെ ആളിങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും വീട്ടിൽ. ഇതാ സമയം 9:15 കഴിഞ്ഞു. എൻ്റെ കിച്ചൺ പണി ഏകദേശം ഒതുങ്ങിക്കഴിഞ്ഞു കേട്ടോ. ഇതാ പരിപ്പ് കറി ആയിട്ടുണ്ട്. ചോറിനുള്ള വിസിലടിച്ചിരുന്നു, അത് ഓഫാക്കാറായിട്ടുണ്ട്. പിന്നെ സോയാബീൻ വറുത്ത് വെച്ചിട്ടുണ്ട്, ചട്ടണി ഉണ്ട്. ഞാൻ കുറച്ച് ചമ്മന്തിക്ക് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, ദോശയായിട്ടുണ്ട്. അപ്പോൾ രാത്രി വരെയുള്ള പണി കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ. ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്നിരുന്ന് കാർട്ടൂൺ കാണുന്നത് ഗൈസ്. അച്ഛനും മോളും കൂടിയിട്ട് കടയിലേക്ക് പോവാണ്, വെള്ളം വാങ്ങിക്കാനുണ്ട്. അവരെന്താ സംസാരിക്കണമെന്ന് അറിയില്ല. എന്തായാലും ഒരു അയൽക്കാരനെ കിട്ടി ഗൈസ്. കഴിക്കുക. ഞങ്ങൾ ജുറാസിക് പാർക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആള് ഫുഡ് കഴിച്ച് കൈ കഴുകാൻ പോയിക്കുക. അത് വരയ്ക്ക് നിർത്തി വെക്കേന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇവൾക്ക് ചായ തന്നില്ല എന്നുകൊണ്ട് പരാതി. കട്ടൻ ചായയാണ് അവൾ കുടിക്കുക, ബ്ലാക്ക് ടീ. ഇവിടെ വേറെ ചായ വെച്ച് കഴിഞ്ഞാൽ അവൾ കുടിക്കില്ല. എന്നാൽ ബ്ലാക്ക് ടീ ഉണ്ടാക്കി വെച്ചാലോ അതും കുടിക്കില്ല. അത് കണ്ട് ഞാൻ ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവൾക്ക്. പച്ചവെള്ളം കുടിച്ചോ? പർച്ചേസിന് പോയവർ വന്നു ഗൈസ്. ഇവർ വന്നപ്പോൾ ഇറങ്ങിപ്പോയതാണ് കേട്ടോ, അല്ലാണ്ട് ഇവരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല. ഇതെവിടെയാണ് വെക്കണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ച് നടക്കുകയാണ്. അടുക്കളയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് പറ്റും. ഈ ഒരു പീസ് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് അവിടെ. പൊടിക്ക് നേരം പോകാൻ വേണ്ടിയിട്ടതേ ഈ സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എത്ര ദിവസത്തേക്ക് ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നേരം പോകാനായി. പണികളെല്ലാം കഴിഞ്ഞു എന്ന് വെച്ചിരിക്കുമ്പോഴാണ് ചിക്കൻ വാങ്ങിച്ചു വന്നത്. അതേമാതിരി ഒരു മോര് കാച്ചാൻ പറഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞു ഗൈസ്. ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചിക്കൻ കൂടി വറുക്കാം. ബട്ടറിലാണ് വറുക്കണേ. ഇതിലിപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും കുരുമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പണി കൂടി ഉണ്ട്, സാലഡ്. അതിനിപ്പോൾ ഇതേപോലെ തന്നെ കുരുമുളകും ഉപ്പും. ഈ ഒരു സംഭവം സൂപ്പറാട്ടോ കുരുമുളകിന്. 2 പേരും അവരുടേതായ ബിസി ടൈമിലാണ്. അങ്ങനെ ബാവേട്ടൻ ഡ്യൂട്ടിക്ക് പോയി. ഒരു 12:30 ആയിട്ടുണ്ട്, 12:45 ആയിട്ടുണ്ട്.
ഇനിയിപ്പോൾ 11 മണിയാകും. അപ്പോൾ ഇതേമാതിരി നമ്മുടെ ചേച്ചിക്കുട്ടിയുടെ സിനിമയുണ്ട്, അപ്പോൾ അതൊക്കെ കണ്ടിരിക്കാം. എൻ്റെ സിനിമയൊക്കെ മാറ്റി അവളിപ്പോൾ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ സിനിമ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് വെക്കേന്ന് പറഞ്ഞിട്ട് വെച്ച് കൊടുത്ത് വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ സമയം ഇപ്പോൾ ഏകദേശം ഒരു 4:23 അപ്പോൾ വീട്ടിലത്തെ ബാക്കി പണികൾ തുടങ്ങണം. ഇത്രയും നേരം ടി വിയും കണ്ട് ഫോണും നോക്കി അങ്ങനെ കഴിയും. കുറച്ച് ലൈസ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഇത് കഴിച്ചിട്ടാകുമ്പം ബാക്കി പണി. മൂത്തോളുടെ വക ഇപ്പി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ദേ ഒരാളടുത്ത് വന്ന് നോക്കണം. സന്ധ്യയായി. അപ്പോൾ ദേ ഇവിടെ വിളക്കൊക്കെ വെച്ചു. നമ്മുടെ ജോജി ചേട്ടൻ്റെ സിനിമയുണ്ട്, അതൊക്കെ വെച്ച് അങ്ങനെ ഞങ്ങൾ ഈ സന്ധ്യാസമയം ഇരിക്കുകയാണ്. നാമം ചൊല്ലലൊക്കെ കഴിഞ്ഞു. കൊച്ച് മേലഴകിലൊക്കെ കഴിഞ്ഞിട്ട് കിടന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുക. വൈകുന്നേരത്തേക്ക് നോക്കിയപ്പോൾ പരിപ്പ് കറി മാത്രമാണ്. അപ്പോൾ അത് മാത്രമാകുമ്പോൾ ഒരു ഗുമ്മില്ല, പിള്ളേർക്കും അത്ര ഉണ്ട് താല്പര്യമായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറുതിന് ചെറിയൊരു ഓംലെറ്റ്, കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട്. കാരണം വേറെ മസാല എന്നിട്ട് കഴിഞ്ഞാൽ അവൾ കഴിക്കില്ല. ഞങ്ങൾക്ക് രണ്ടാൾക്കും കുറച്ച് സവാളയും ക്യാപ്സിക്കൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ സാധനമല്ലോ കുരുമുളക്, ഇതിങ്ങനെ ക്രഷായിട്ട് കിട്ടും. എനിക്ക് വന്നിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ആക്കി ഇതിൻ്റെ മൂടി തുറന്നു കഴിഞ്ഞാൽ ഇതിലെ കുരുമുളക് ഫ്രഷായിട്ട് കിട്ടും. നല്ലതാട്ടത്, എനിക്കിഷ്ടപ്പെട്ടു. ചോറൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിള്ളേർ ഫുഡടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പാത്രങ്ങളും കഴുകി കഴിഞ്ഞാൽ കിച്ചണിലത്തെ പണി കഴിഞ്ഞു. അപ്പോൾ തൽക്കാലത്തേക്ക് ഇന്നത്തെ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ കുട്ടികളുടെ റൂമിലൊക്കെ വിൻഡോ തുറന്നിട്ടുണ്ട്. കാരണം ചൂടായതുകൊണ്ട് വിൻഡോ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ തുറന്നിടും. ഇപ്പോൾ 10 മണിയാവാറായി. 10 മണി 9 മണി ഇപ്പാവും. എന്നെ കാണിച്ചേ, ഹായ്. എന്നെ കാണിക്കുന്നു, ഹായ്. ഞാൻ അച്ഛനെ കാത്തിരിക്കാം. അച്ഛനെ കാണാനുണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്നേക്കണം കേട്ടോ. കാത്തിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ നാളെ കാണാം. ഗുഡ് നൈറ്റ് പറഞ്ഞേ. ഗുഡ് നൈറ്റ്.